നമുക്ക് ഈ വേണ്ട വെച്ചാൽ വെള്ളം, അതായത് അത് നിങ്ങളെ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലം കാണിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട വെച്ചാൽ സോപ്പ് പൊടി, അത് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ലിക്വിഡില്ല, അതായത് മറ്റേ പാത്രത്തിലൊക്കെ തന്നെ മറ്റേ അതെന്തായാലും മതി, അത് കുറച്ച് ഇടാൻ. ഓക്കെ, അതിനുശേഷം പൊടിയുപ്പ് കുറച്ച് ജാസ്തി കിട്ടും. പൊടിയുപ്പ് തന്നെ വേണേ, കല്ലുപ്പ് ഇട്ടേക്കല്ലേ. കാരണം കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഈസ് വെൽത്ത്, ആരോഗ്യത്തിനുള്ള ഒന്നൊന്നര സാധനം. പൊടിയുപ്പൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, മെഷീനിൽ അടിച്ചു വരുന്നത് ഇതിന് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. ഇപ്പോൾ അധികം ഈ കാലഘട്ടത്തിൽ ഇതാ ഉപയോഗിക്കുന്നത്. ശരിക്കും ഞാൻ എൻ്റെ അഭിപ്രായം പറയാന്ന് വെച്ചാൽ ശരീരത്തിനായിട്ട് നല്ലത് കല്ലുപ്പ്, അല്ലാതെ കല്ലുപ്പ് ഉപയോഗിക്കാൻ നോക്കുക. കാരണം ഇത് എന്ന് പറഞ്ഞാൽ അത്രയും വിഷാംശം എന്ന് പറയാം, ഇത് മുക്കാലും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിന് മുതൽ കല്ലുപ്പ് ഉപയോഗിക്കാൻ നോക്കുക. എന്നിട്ട് ഇതാ ഓക്കെ. അതിനുശേഷം വിനാഗിരി, ചില ആൾ സുർക്കാന്നും പറയും വിനാഗിരി എന്നും പറയും, അത് ഒരു പകുതി. എന്നിട്ട് ഇത് മൂന്നും കൂടി നല്ലോണം കലക്കാൻ, മിക്സാക്കാൻ. ഓക്കെ, നല്ലോണം മിക്സാക്കിയിട്ട് കണ്ടല്ലേ, നിങ്ങൾ നല്ലോണം മിക്സാക്കിയല്ല. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ അടിക്കുക. അല്ലാത്ത ആൾ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ കാണുന്ന കുറ്റിപ്പൊല്ലുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഇതേപോലെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ മുറ്റത്തിന് ചെറിയ ചെറിയ എന്താ പറിക്കാൻ പറ്റാത്ത പുല്ലെല്ലാം ഉണ്ടാവില്ല, അത് സിമ്പിളായിട്ടോ. അതിൽ ബെൽറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇതൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പ്രേ അടിക്കുക, ഇങ്ങനെ ചെയ്യാം. 3 ഉപകാരമാണ്. ഒന്ന്, ഈ കാടലം ഇല്ലാതാകും. 2, കൊതു. 3ാമത് ഒച്ച്. ഈ 3 ശല്യം ഇല്ലാന്ന സംഭവമാണ്. അതല്ലേ, വളരെ സിമ്പിളായിട്ട് സൂപ്പറായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി നിലനിൽക്കുന്നത്.